കൊടികുത്തി മല ടൂറിസം കേന്ദ്രത്തിന് റോഡ് നിർമ്മാണം ഉൾപ്പെടെ എല്ലാ പദ്ധതികൾക്കും ഫണ്ട് അനുവദിച്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി വന്ന് അവിടെ ഹരിത ടൂറിസം കേന്ദ്ര പ്രഖ്യാപനം നടത്തിയായിരുന്നു. ആ പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ, വേറെ എന്തെങ്കിലും പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചില്ല. മന്ത്രി തിരക്കായിരുന്നിരിക്കാം. ഒരുപാട് ഫണ്ട് അനുവദിച്ച് ഇത്രയും മനോഹരമായ ടൂറിസം കേന്ദ്രം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ടൂറിസ്റ്റുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാക്കിയത് താങ്കളാണ്. അത് ആർക്കും സംശയമില്ല, തർക്കമില്ല. ഇനി കൂടുതൽ വല്ല പദ്ധതികളും അനുവദിക്കാൻ, നടപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയോ ഫണ്ട് അനുവദിക്കുകയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെരിന്തൽമണ്ണക്കാരുടെ ചിരകാല സ്വപ്നം എന്ന് പറയുന്നതായിരുന്നു കൊടികുത്തിമല ഓപ്പൺ ആക്കുക എന്നുള്ളത്. ഞാൻ MLA ആയി മത്സരിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചെറുപ്പക്കാരുടെ ഡിമാൻഡുകളിലൊന്ന് കൊടികുത്തിമല ഓപ്പൺ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒരു കാലത്ത് കൊടികുത്തിമലയിലേക്ക് നിർബാധം ആളുകൾ കയറിയതായിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് ഇത് പൂർണ്ണമായും അടഞ്ഞു കിടന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ MLA ആയിട്ട് വരുന്നത്. വളരെ ഫോഴ്സ്ഫുള്ളി ചവിട്ടി തുറക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ കവാടങ്ങൾ നമ്മൾ തുറന്നു. അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. കാരണം അവർക്ക് പലതരത്തിലുള്ള ഒബ്ജെക്ഷൻസ് അവർ പറഞ്ഞു. ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നം പറഞ്ഞു. പക്ഷേ അത് മുഴുവനും മുഖവിലക്കെടുക്കാതെ വളരെ ശക്തമായി നമ്മൾ തീരുമാനമെടുത്തു. DFOയോട് പറഞ്ഞു. അങ്ങനെയാണ് കൊടികുത്തിമല മാസങ്ങളോളം അടഞ്ഞു നിന്ന, വർഷങ്ങളോളം അടഞ്ഞു കിടന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം നമ്മൾ ഓപ്പൺ ചെയ്തത്. അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്ന് കാണുന്ന മുഴുവൻ കാര്യങ്ങളിലും എനിക്കതിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, എൻ്റെ കയ്യൊപ്പുണ്ട്. ഇന്ന് കൊടികുത്തിമല ഈ തരത്തിലേക്ക് മാറ്റിയതിന് പിറകിൽ നിരന്തരമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ഒന്നാമത് അവിടെ കയറി പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല, ഒരാൾക്ക് ഇരിക്കാൻ ഒരു കസേര ഉണ്ടായിരുന്നില്ല, ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു കുടിവെള്ളത്തിന് സൗകര്യം ഉണ്ടായിരുന്നില്ല, ഈ അവിടെ താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല, വെള്ളം മുകളിലേക്ക് കൊണ്ടുപോകാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ഗസ്റ്റ് ഹൗസ് പ്രവർത്തനക്ഷമമായിരുന്നില്ല, അവിടുത്തെ വാച്ച് ടവറിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. എല്ലാം ഈ 4 വർഷത്തിനിടയിൽ സംഭവിച്ചതാണ്. എല്ലാം പടിപടിയായി നമ്മൾ കൊണ്ടുവന്നു. മുകളിലേക്ക് കയറാനുള്ള റോഡിന് MLA ഫണ്ടാണ് വെച്ചത്. 60 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടുവന്നത് നിരന്തരമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഫോളോ അപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളവിടെ ജനകീയമായിട്ട് ഇവിടുത്തെ നാട്ടുകാരെ മുഴുവനും സഹകരിപ്പിച്ചുകൊണ്ട്, വ്യാപാരികളെ സഹകരിപ്പിച്ചുകൊണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഴുവൻ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളവിടെ എല്ലാം സ്പോൺസർഷിപ്പിലൂടെ കൊണ്ടുവന്നു. ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കുടിവെള്ളത്തിനുള്ള സ്ഥലമുണ്ട്. ഇതെല്ലാം നമ്മൾ നിരന്തരമായി നമ്മൾ ഇടപെട്ട് കൊണ്ടുവന്ന സംഗതികളാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗ്രാമീണ റോഡുകൾക്ക് പദ്ധതി വന്നപ്പോൾ ആ പദ്ധതിയിലും 20 ലക്ഷം രൂപ കൂടി കൊടികുത്തിയിലേക്ക് പോകുന്ന റോഡ് കൂടി നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാര്യം പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു സിറ്റിക്കകത്ത് ജനങ്ങൾക്ക് ഒരു പാർക്ക് പോലും മുനിസിപ്പാലിറ്റിക്കകത്ത് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് നേരെ അവർക്കൊരു 6 കിലോമീറ്റർ ആക്സസിനുള്ളിൽ ഇത്ര സൗകര്യമുള്ള ഒരു മനോഹരമായ പ്രകൃതിദത്തമായൊരു സ്ഥലമുണ്ട് എന്നത് നമ്മളുടെ ഏറ്റവും വലിയൊരു അസറ്റാണ്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഇതിനെ മുഴുവനും എതിർത്ത ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ജനങ്ങളതിന് പിന്തുണ കൊടുത്തു. ഇപ്പോൾ 1,30 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഈ കാലയളവിനുള്ളിൽ നമ്മൾ ഗവൺമെൻറ്റിന് റെമിറ്റൻസായി ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടിയിരിക്കുന്നത്. ആ പൈസയിൽ ഒരു അംശം പോലും ഗവൺമെൻറ് ഇവിടെ ചിലവാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1,30 ലക്ഷം രൂപ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ് കൊണ്ടുപോയിരിക്കുകയാണ്. അതുപോലും ഇവിടെ ചിലവാക്കാത്ത സർക്കാരിൻ്റെ മന്ത്രിമാർ വന്നിട്ട് ഇവിടെ വലിയ വിടുവായത്തം പറഞ്ഞിട്ട് എന്തു കാര്യം? അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവിടുന്ന് പ്ലാസ്റ്റിക് പെറുക്കലല്ല ഗവൺമെൻറ് ചെയ്യേണ്ട ഡ്യൂട്ടി. അവിടെ കാർബൺ ന്യൂട്രലാക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. പക്ഷെ അതിന് മുമ്പ് ആ കൊടികുത്തി മലക്ക് വേണ്ടി 10 ഉറുപ്പിയെങ്കിലും വെച്ച ശേഷം ഗവൺമെൻറ് വലിയ വിടുവായത്തം പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ള MLA എന്ന നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. 1,30 ലക്ഷം രൂപ സർക്കാരിന് അവിടെ നിന്ന് ലഭിച്ചിട്ടും അതിൽ നിന്നും ഒരു 10 രൂപ പോലും ഇവിടേക്ക് ചെലവഴിച്ചില്ല എന്നൊരു ആക്ഷേപം MLA ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി വന്ന് അവിടെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിച്ച പലർക്കും അത് നടപ്പാവാത്തതിൽ നിരാശയുണ്ട്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.
പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.